ഇതേ സക്കറിയ സീറ്റ് സെപ്റ്റംബർ 4 പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ ശശിധരൻ പിള്ള ചെയ്ത അതിക്രിയകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സ്വന്തം വീട്ടുവളപ്പിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കിണർ കുത്തിയ ഒരു പാവപ്പെട്ടവനെ ശശിധരൻ പിള്ള ബുദ്ധിമുട്ടിച്ച കഥ. ശശിധരൻ പിള്ള എന്ന നാറി എന്നാണ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ സക്കറിയ സീറ്റ് വിശേഷിപ്പിക്കുന്നത്. ശശിധരൻ പിള്ളയെ ഞാൻ നാറി എന്ന് വിളിച്ചിട്ടില്ല. ശശിധരൻ പിള്ളയെ നാറി എന്ന് വിളിച്ചയാൾ മതേതര വിപ്ലവ സിംഗം. ശശിധരൻ പിള്ളയുടെ അതിക്രിയയെ വിമർശിച്ച ഞാൻ വർഗീയ താലിബാനി. എന്നെയും മീഡിയ വൺ ചാനലിനെയും വർഗീയ മുദ്രയടിക്കുന്ന ബൃഹത് ക്യാമ്പയിനാണ് പിന്നീട് നടക്കുന്നത്. മീഡിയ വൺ ഉടമകളുടെ മതപശ്ചാത്തലത്തെ മുൻനിർത്തിയാണ് ഈ ക്യാമ്പയിൻ നല്ലൊരു പങ്ക്. അതേക്കുറിച്ചുകൂടെ ചില കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് തോന്നുകയാണ്. ഹിന്ദു മതത്തിൽപ്പെട്ടവർ മാത്രം ഉടമസ്ഥരായുള്ള ചാനലുകൾ കേരളത്തിലുണ്ട്. ക്രിസ്തു മതത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഡിനോമിനേഷനിൽപ്പെട്ടവർ മാത്രം ഉടമകളായ ചാനലുകളുമുണ്ട്. അവർക്കാർക്കും അനുഭവിക്കേണ്ടതില്ലാത്ത സെക്യുലർ ടെസ്റ്റ് മീഡിയ വൺ അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഹിന്ദു ചാനൽ, ക്രിസ്ത്യൻ ചാനൽ എന്നിങ്ങനെയുള്ള ചാപ്പുകൾ എന്തുകൊണ്ടാണ് മറ്റു ചാനലുകൾ പേറേണ്ടി വരാത്തത്? ഉടമസ്ഥരുടെ മതം വെച്ചാണോ ഒരു മാധ്യമ സ്ഥാപനത്തെ വിലയിരുത്തേണ്ടത്? അങ്ങനെയാണെങ്കിൽ അതെന്തുകൊണ്ട് മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമാകുന്നു? ഉടമസ്ഥത ഘടന, ഉള്ളടക്കം, സാമ്പത്തിക വിനിമയങ്ങൾ എന്നീ കാര്യങ്ങളിൽ ഇന്ത്യയിൽ മറ്റൊരു മാധ്യമ സ്ഥാപനവും വിധേയമായിട്ടില്ലാത്ത അതിസൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമായ സ്ഥാപനമാണ് മീഡിയ വൺ. കേന്ദ്ര സർക്കാരാണ് ആ ഡൈസെക്ഷൻ ടെസ്റ്റ് നടത്തിയത്. എന്നിട്ട് അവർ അത് സുപ്രീം കോടതിക്ക് മുമ്പാകെ വെച്ചു. സുപ്രീം കോടതി അവയെല്ലാം വലിച്ച് കൊട്ടയിലെറിയുകയാണ് ചെയ്തത്. കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ അന്വേഷണ ഏജൻസികൾക്കും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിനും ഇഴകീറി പരിശോധിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത വർഗീയത CPM പോലൊരു സംഘടന ഉന്നയിക്കുന്നതിൽ എന്ത് സത്യസന്ധതയാണുള്ളത്? ഇനി ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് മറ്റൊരു കോണിലൂടെ നോക്കാം. 68,000 ഷെയർ ഹോൾഡർമാരാണ് മീഡിയ വണ്ണിൻ്റെ ഉടമസ്ഥർ. ഇതിൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, വിവിധ പാർട്ടിക്കാരുണ്ട്. ഒരു പക്ഷേ കൈരളി ചാനൽ കഴിഞ്ഞാൽ ഇടതുപക്ഷക്കാരായ ഷെയർ ഹോൾഡർമാർ ഏറ്റവും അധികമുള്ള ചാനൽ മീഡിയ വൺ ആയിരിക്കും. ഏത് കമ്പനിയുടെയും ഭരണ നടത്തിപ്പ് ഡയറക്ടർ ബോർഡിനായിരിക്കും. മീഡിയ വണ്ണിൻ്റെ ഡയറക്ടർ ബോർഡിലും വിവിധ മതസ്ഥരുണ്ട്. അതായത് ഉടമസ്ഥതാ ഘടന നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും സെക്യുലർ ആയ സ്ഥാപനമാണ് മീഡിയ വൺ. പക്ഷേ മുസ്ലിങ്ങൾ ധാരാളമുണ്ട് എന്ന ഒറ്റ കാരണത്താൽ അതിൻ്റെ മേൽ വർഗീയ ചാപ്പടിക്കാനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. അതിനാണ് നാം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. ഒരു കാര്യം വ്യക്തമാക്കാം, മീഡിയ വൺ ഷെയർ ഹോൾഡർമാരിലും ഡയറക്ടർ ബോർഡിലും വിവിധ മതസ്ഥരുണ്ട് എന്നത് മാപ്പ് സാക്ഷിത്വ പ്രയോഗമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരു വസ്തുത പറഞ്ഞുവെന്ന് മാത്രം. മീഡിയ വൺ ഉടമസ്ഥരിൽ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അത് ഒരു കുറച്ചിലോ കുഴപ്പമോ ഞങ്ങൾ കാണുന്നില്ല. ഈ നാട്ടിൽ ഏത് മതസ്ഥനും ബിസിനസ് നടത്താൻ അവകാശമുണ്ട്. ബിസിനസ് ഉടമസ്ഥതയുടെ പേരിൽ വർഗീയത ആരോപിക്കുന്നത് ആരുടെ പദ്ധതിയാണെന്ന് നമുക്കറിയാം. ഖേദകരെന്ന് പറയട്ടെ, മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ ആ പദ്ധതിയാണ് CPM പ്രൊപ്പഗാൻഡ മെഷീനറി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്.